ലോകത്ത് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്തുൽ കാമില നമുക്ക്. ഒന്ന്, നമ്മൾ മനുഷ്യരാ. രണ്ട്, നമ്മൾ ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളാ. മൂന്നാമത്തത് നമ്മൾ ഹബീബായ റസൂലുള്ളാഹിന്റെ ഉമ്മത്താ. നാലാമത്തത് നമ്മൾ സുന്നികളാണ്. അത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹു ആ വഴിയിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തട്ടെ. അല്ലാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തട്ടെ. അതുകൊണ്ട് ഇനി ഞാൻ സെക്കൻഡ് സ്റ്റേജ് പറയാണ്. അതുകൊണ്ട് നാട്ടിൽ അല്ലാഹുക്കെതിരായ കാര്യങ്ങളിൽ എണീറ്റ് നിൽക്കാൻ നമ്മളെപ്പോലെ ആരും ഇവിടെ ഇല്ല. അതിൻ്റെ കൂടെ വരണം. ഞാൻ സെക്കൻഡ് സ്റ്റേജ് പറയാ. ഏറ്റവും ബാധ്യതയുള്ളവരും നമ്മളാ. ഏറ്റവും വലിയ നിഅമത്ത് നമുക്ക്. മനസ്സിലായില്ല? ثم لتسألن يومئذ عن النعيم. നമുക്കല്ലേ നിഅമത്ത്. നിരീശ്വരവാദി KV അബ്ദുൽ ഖാദർ എന്ന നിരീശ്വരവാദി വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ആരാണ് ആദ്യമായി പിന്താങ്ങിയത്? ആരാണ് KV അബ്ദുൽ ഖാദർ? ബാപ്പ മരിച്ചിട്ട് പോലും മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. ആരാ പിന്താങ്ങിയത്? AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞയച്ച എൻ അലി അബ്ദുള്ള. അബൂബക്കർ മുസ്ലിയാരെ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? അഫ്വൻ വ മഅദിറതൻ. ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല. കുറ്റമായി തീരുന്നത് എന്റെ കുറ്റവുമല്ല. ഇത് കുറ്റമായി തീരുന്നുണ്ടെങ്കിൽ എന്റെ കുറ്റമല്ല. മരിച്ചിട്ട് സ്വന്തം ബാപ്പ ഇത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാ. ശംസുൽ ഉലമയുടെ ആൺകുട്ടികളായ മക്കൾ തയ്യാറാ. നിങ്ങളുടെ എൻ അലി അബ്ദുള്ള പിന്താങ്ങിയിട്ടുള്ള ഈ KV അബ്ദുൽ ഖാദർ ബാപ്പ മരിച്ചിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. അയാളെ വഖഫ് ബോർഡിലേക്ക് നിരീശ്വരവാദികൾ നിർദ്ദേശിച്ചപ്പോൾ പിന്താങ്ങിയത് AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞയച്ച എൻ അലി അബ്ദുള്ളയാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു ഇവർക്കൊക്കെ നല്ല ബോധം കൊടുക്കട്ടെ. അല്ലാഹു നല്ല ബോധം കൊടുക്കട്ടെ. നോക്കൂ, ബാപ്പ മരിച്ചിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. വഖഫ് ബോർഡ് ആരാ? വളരെ 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 ചിന്തിക്കണം. വളരെ ഗൗരവമായി മനസ്സിലാക്കണം. AP അബ്ദുൽ ഖാദർ അബൂബക്കർ മുസ്ലിയാരെ, നിങ്ങളെ മുടകിൽ ഇതാ ഖിയാമത്ത് നാൾ പുലർന്നിരിക്കുന്ന മനുഷ്യ. ഹബീബായ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇനത്തുഖിറൽ ഫൈഉ വല അമാനതു മഗ്നമ വസ്സകാതു മഗ്റമ വതുഉല്ലിമ ലിഗൈരിദ്ദീൻ. സ്വലാത്തുല്ലാഹ്. അഫ്വൻ 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 വ മഅദിറതൻ. ഏറിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അഫ്വൻ വ മഅദിറതൻ. അഫ്വൻ 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 പറയൽ എൻ്റെ ഒരു ബാധ്യതയായതുകൊണ്ട് ഞാൻ പറയാ. ഇതെങ്ങനെ വന്നു? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അഫ്വൻ 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 എൻ്റെ ബാധ്യത കൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ്. അഫ്വൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആരുടെയെങ്കിലും സ്ഥാനത്തോട് യോജിക്കാത്തതാണെങ്കിൽ അതിൻ്റെ കുറ്റമല്ല. പഠിച്ചവനെ, അല്ലാഹു തആല എല്ലാവർക്കും നല്ല ബോധം നൽകണം. പഠിച്ചവനെ, നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ എൻ അലി അബ്ദുള്ള പിന്താങ്ങിയ KV അബ്ദുൽ ഖാദർ ബാപ്പ മരിച്ചിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. പരസ്യമായി റമളാൻ മാസത്തിൽ പരസ്യമായി പൊതുവേദിയിൽ ഭക്ഷണം കഴിച്ചവനാണ്. ജീവിതത്തിൽ ഒരു വഖത്തും നിസ്കരിച്ച തെളിവില്ല. പെരുന്നാളിന് പോലും കള്ളുകുടിയന്മാരടക്കം പള്ളി കയറും. പെരുന്നാളിന് പോലും ഇയാള് പള്ളി കയറാറില്ല. പുതിയ വഖഫ് ബോർഡിന്റെ ചെയർമാൻ. നിങ്ങൾ ചിന്തിക്കണം. നേരം വൈകിയോ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അഫ്വൻ 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 വ മഅദിറതൻ. അഫ്വൻ, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വാക്ക് ക്ഷമിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറയാണ്. വീണ്ടും പറയാണ്, വീണ്ടും ക്ഷമിക്കണം. അഫ്വൻ. ഇതെങ്ങനെ വന്നു? വഖഫിന്റെ മുതൽ അന്യാധീനപ്പെട്ടു പോകുന്ന കാലം ഖിയാമത്ത് നാളിന്റെ കാലമാണെന്ന് ഹബീബായ മുഹമ്മദ് നബി. ഈമാനിൽ ഹബ്ബത്ത് ഖർദൽ ഉണ്ടെങ്കിൽ വണ്ടി മാറി കേറിക്കോ. യഥാർത്ഥ വണ്ടി ഈ വണ്ടിയാ. യഥാർത്ഥ വണ്ടി ശംസുൽ ഉലമയുടെ വണ്ടിയാ. യഥാർത്ഥ വണ്ടി ഖുത്ബുസ് സമാന്റെ വണ്ടിയാ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അഫ്വൻ അഫ്വൻ അഫ്വൻ. ചിന്തിക്കണം.
ഞാൻ തമാശ പറയല്ല. ഇതെങ്ങനെ വന്നു? പടച്ചവനെ, മുസ്തഫ നബി, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എത്ര ആളുണ്ട് വേറെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതാ ഉസ്താദുമാരെ, സാധാരണക്കാരെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കേട്ട് തഴമ്പിച്ച ഹദീസല്ലേ, പൊടുമുതൽ അന്യാധീനപ്പെടുന്ന കാലം 15 അടയാളം ഒരിക്കൽ ഹബീബ് പറഞ്ഞു. ഉറക്കപ്പറ. ഹബീബായ നബി പറഞ്ഞു. തിർമദിയുടെ ഹദീസ് വളരെ വിശാലമാ. 15 അടയാളം മുസ്തഫായ നബി 15 അടയാളം എണ്ണി പറഞ്ഞു. ആദ്യം പറഞ്ഞത് പൊതുമുതൽ എന്താ പറഞ്ഞത്? അന്യാധീനപ്പെടുക, അർഹതയില്ലാത്തവരുടെ കയ്യിലെത്തുക. എന്ത് പൊതുമുതൽ. പടച്ചവനെ, അല്ലാഹുവേ, മനുഷ്യന്മാരെ, ഇത് തമാശയാണോ? ഇത് ഞങ്ങൾ കേവലം സംഘടനാ പക്ഷപാതിത്വം കൊണ്ട് പറയാനാണോ? ഇത് നിങ്ങൾ ചിന്തിക്കി. നമുക്കൊക്കെ മരിച്ചു പോണ്ടേ? ഇതിനപ്പുറം ഒരു ലോകല്ലേ? അവിടുത്തെ ജഡ്ജി, അവിടെയുള്ള ജഡ്ജി അച്യുതാനന്ദനല്ല, അവിടെയുള്ള ജഡ്ജി ഡൽഹിയിലെ താടിക്കാരനല്ല, അവിടെയുള്ള ജഡ്ജി ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അവിടെ അധികാരി അല്ലാഹുവാണ്. അവന്റെ അടുത്തേക്ക് നമുക്ക് പോകേണ്ടതാണ്. ബുദ്ധിയുള്ളവരെ, നന്നാവാൻ അള്ള വിധിച്ചവനെ നന്നാവും. പക്ഷേ തലച്ചോറിൽ വെള്ളമുള്ളവർക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ചിന്തിക്കും. പൊടുമുതൽ അന്യാധീനപ്പെടുന്ന കാലഘട്ടം വരിക. നിരീശ്വര നിർമ്മിത പ്രസ്ഥാനക്കാർ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദികളിൽ കയറിയിരിക്കുക. ആയിരക്കണക്കായ പള്ളികളിൽ ലക്ഷക്കണക്കായ വഖഫിന്റെ ആധാരത്തിന്റെ ഇന്നലെ മുതൽ അധികാരി നിരീശ്വരവാദത്തിന്റെ ആലയത്തിൽ കിടന്നുരുളുന്നവനാ. ജീവിതത്തിൽ ഒരു വഖത്ത് നിസ്കരിക്കാത്തവനാ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പടച്ചവനെ, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ കുറ്റം പറഞ്ഞതല്ലേ? സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. ആരാ പിന്താങ്ങിയത്? ജമാഅത്തെ ഇസ്ലാമിയുടെ പെരിങ്ങാടി അബ്ദുറഹ്മാൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർ പിന്താങ്ങി. ആരാ പിന്താങ്ങി നടക്കുന്നത്? തോപ്പിട്ട് നടക്കുന്നുണ്ടല്ലോ നാട്ടുകാരെ പറ്റിക്കാൻ ഒരു ഹുസൈൻ, അവനും പിന്താങ്ങി. തൊപ്പിട്ട് നടക്കുന്നുണ്ടല്ലോ ഒരു കോഴിക്കോട്ടുകാരൻ ഹുസൈൻ, അവനും പിന്താങ്ങി. ആരെ പിന്താങ്ങി? നിരീശ്വരവാദികൾ പിന്താങ്ങി. ചിന്തിക്ക്. എനിക്കോർമ്മയുണ്ട്